നേരത്തെ വീഡിയോ കണ്ടോ? ആ ജേണൽ ബുക്ക് തന്നെയാണിത്. പിന്നെ ഇത് വൈബ്സാണ്. വൈബ്സ് ആകുമ്പോൾ മനസ്സിലായി കാണൂലേ, ഈ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളിന്ന് ഒരു ഓഷ്യൻ തീമിലുള്ള ജേണൽ ചെയ്യാൻ പോവാണ്. അതും ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ ജേണൽ ചെയ്യാൻ പോണത്. ജേണലൊക്കെ ആണെന്ന് പറയാം, പക്ഷേ കുറേ സാധന സാമഗ്രികളൊന്നുമില്ല. വൈബ്സിൻ്റെ മേളിൽ ഈ ബ്ലൂ കളർ വെച്ച് ഇതേപോലെ ഫില്ലാക്കുക. പിന്നെ അത് നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ബ്രൗൺ പേപ്പറില്ലേ, അത് സാൻഡിന് പകരമായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഒരു കടലായി. ക്യാമറ ജസ്റ്റ് ഒന്ന് ഇളകിയിട്ടുണ്ട്, അതാണ് ഈ ഒരു ഇളക്കം. പിന്നെ അതാ തട്ടിക്കോട്ട് ഒരു മിനി ഷെല്ലൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചെടുക്കുക. ഡേറ്റ് കണ്ടാണ്ട് ആരും ഓടിപ്പോകുന്നു വേണ്ട കേട്ടോ. ഇത് മെയ് 17 ഉണ്ടാക്കിയതാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞു അപ്ലോഡ് ആക്കാൻ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വീടിൻ്റെ സൗണ്ട് ഉണ്ടാവില്ലേ, ഞാൻ രാത്രിയാണ് വോയിസ് കൊടുക്കുക. ഒരു പേപ്പർ എടുക്കുക, അതിന് നമുക്ക് വേണ്ട രീതി കൊടുക്കുക, ഒട്ടിക്കുക. സിമ്പിൾ. സിമ്പിളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടെ ഒരു സബ്സ്ക്രൈബ് നിൽക്കട്ടെ. പിന്നെ ഇനി എങ്ങനത്തെ ക്രാഫ്റ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റൈറ്റിംഗ് ബോർഡ് എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് തട്ടിക്കൂട്ടി. എൻ്റെ ചുറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞാനൊന്ന് തട്ടിക്കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പെർഫെക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ അതിൽ എഴുതി കൊടുക്കുന്നത് ആ ജപ്പാനത്തെ ഒരു വിശ്വാസമല്ലേ, ആ ത്രെഡിൻ്റെ അതിനെപ്പറ്റിയാണ് ഞാൻ എഴുതുന്നത്. അതിനെപ്പറ്റി ഒരു ചെറിയ പാരഗ്രാഫ് കൂടി എഴുതിയാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ജേണലെന്ന് പറയാൻ കുറേ സാധനങ്ങളില്ലെങ്കിലും കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയ ജേണൽ ചെയ്യുക. ഇനിയിപ്പം ഇതായിട്ട് എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തും എഴുതി കൊടുക്കുക. അതിപ്പോൾ നിങ്ങളെ ഇമോഷൻസോ ഹാപ്പിനെസ്സോ ഒക്കെ ആവട്ടെ. പറഞ്ഞ് നമ്മളെ ജേണൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജേണൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.